അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരിച്ച ഒരു മനുഷ്യന് കാവൽ നിൽക്കാൻ അല്ലാഹു തേനീച്ചകളെ അയക്കുമോ? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ശത്രുക്കൾ തന്റെ ശരീരം തുടരുത് എന്ന് ആ സ്വഹാബിയുടെ പ്രാർത്ഥന അല്ലാഹു എങ്ങനെയാണ് സ്വീകരിച്ചത്? ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ആവേശകരമായ ചരിത്രം നമുക്ക് നോക്കാം. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അൻസാരിയാണ്. മദീനയിലെ ഔസ് ഗോത്രക്കാരനാണ്. മഹാനവറുകൾ മദീനയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈപ്പിടിച്ച് ഇസ്ലാമിലേക്ക് മുൻകടന്ന വ്യക്തികളിൽ പ്രമുഖനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ രാത്രിയിൽ സ്വഹാബത്തിന് യുദ്ധത്തിന്റെ പാഠവങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നബിയെ ഞാൻ പറയാം. അപ്പോൾ പറയൂ എങ്ങനെയാണ്? അപ്പോൾ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നമ്മുടെ അടുക്കിലേക്ക് ശത്രുക്കൾ ഒരു 200 മീറ്റർ അടുത്തേക്ക് എത്തിയാൽ നമ്മൾ അമ്പും വില്ലും ഉപയോഗിച്ച് അവരെ നേരിടണം. അങ്ങനെ അമ്പും വില്ലും ഉപയോഗിച്ച് നേരിട്ട് വീണ്ടും ശത്രുക്കൾ അടുത്തടുത്ത് വന്നു ഒരു കുന്തം കൊണ്ട് കുത്തിയാൽ എത്താവുന്ന അത്ര ദൂരം എത്തിയാൽ പിന്നെ നമ്മൾ അമ്പും വില്ലും ഒഴിവാക്കി നമ്മൾ കുന്തം കൊണ്ട് നേരിടണം. കുന്തം പൊട്ടിപ്പോയാൽ നമ്മുടെ അടുത്ത് ശത്രുക്കൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാളുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ അംഗീകരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാതല ഫൽ യുഖാതിൽ കമാ യുഖാതിലു ആസിം. ആരെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആസിം റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത് പോലെ ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും യുദ്ധത്തിൽ വരുന്ന പ്രതിയോഗിക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. അല്ല യുദ്ധത്തിൽ പങ്കെടുക്കാതെ അവിടെ വിശ്രമിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇരിക്കുന്ന ആളുകൾക്കോ ഒരു പോറലും ഏൽക്കൂല. അതുകൊണ്ട് നബി തങ്ങൾ ഈ യുദ്ധത്തിന്റെ ഈ പാഠം അംഗീകരിച്ചു. അങ്ങനെയുള്ള മഹാനായ ഒരു സ്വഹാബിയാണ് ആസിം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു സ്ഥാനപ്പേര് അറിയപ്പെട്ട വ്യക്തിയാണ്. ഹബത്തുഹുദ്ദബർ എന്ന് പറഞ്ഞാൽ തേനീച്ച സംരക്ഷിച്ച മഹാൻ എന്ന ചരിത്രത്തിൽ ഖ്യാതി കിട്ടിയ ഒരു മഹാനാണ്. കാരണം അത് വലിയൊരു സംഭവമാണ്, മഹാനവറുകളെ തേനീച്ചകൾ സംരക്ഷിച്ച സംഭവം. ആ സംഭവം ഹിജറ 4-ാം വർഷം സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നു. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ കുറച്ചാളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചാളുകളെ ഞങ്ങളോട് കൂടെ അയക്കണം. എന്നാൽ പിന്നെ അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഇസ്ലാം കേട്ട് പഠിക്കാം, മതത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാം, ഖുർആൻ പാരായണം പഠിക്കാം. ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ രൂപത്തിൽ കുറച്ച് ആളുകൾ ഞങ്ങളോട് കൂടെ നിങ്ങൾ വിടണം എന്ന് ഒരു ടീം വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സംസാരത്തിലും അവരുടെ ഭാവത്തിലുമുള്ള ശുദ്ധി കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു 10 സ്വഹാബികളെ അവരോട് കൂടെ അയച്ചു. കാരണം യുദ്ധത്തിന് പോവല്ല, ആ നാട്ടിലേക്ക് മുസ്ലിങ്ങളായ സമൂഹത്തിന് ഇസ്ലാം പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ പഠിപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഈ 10 സ്വഹാബികളും പോകുന്നത്. അങ്ങനെ അവർ പോയി ആ 10 സ്വഹാബികളിൽ അവർക്ക് ലീഡറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനെയാണ്. അങ്ങനെ അവർ പോയി റജീഅ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ കൂടെ 10 സ്വഹാബാക്കളെ കൂടെ കൂട്ടിയ ആ ആളുകൾ ഈ സ്വഹാബാക്കളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് അട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞു, ഹുദൈൽ ഗോത്രമേ, നിങ്ങളുടെ ശത്രുക്കൾ ഇതാ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇവരെ കൈകാര്യം ചെയ്യാം. അപ്പോൾ റജീഅ് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഗോത്രമാണ് ഹുദൈൽ ഗോത്രം. ആ ഗോത്രത്തിലെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഈ 10 സ്വഹാബാക്കളും ചുറ്റും നിന്നു. ഈ 10 സ്വഹാബാക്കളുടെ കയ്യിൽ സാധാരണ അറബികളുടെ ശൈലി, അവർ യാത്ര പോകുമ്പോൾ കൂടെ ഒരു വാളുണ്ടാവും. അതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ആക്രമിക്കാനോ അല്ലെങ്കിൽ കൊന്നു വിളിക്കാനോ കൊല വിളിക്കാനോ അല്ല, അതവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ആ സംസ്കാരത്തിന്റെ ഭാഗമായി അവർ അരയിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു വാള്, അത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. കാരണം അവർ യുദ്ധം ലക്ഷ്യം വെച്ച് പോകണമല്ല, അവർ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹുദൈൽ ഗോത്രക്കാർ ഇവരെ ചുറ്റും നിന്നപ്പോൾ ഉറപ്പായി സ്വഹാബത്തിന് നമ്മൾ വഞ്ചിക്കപ്പെട്ടതാണ്. അപ്പോൾ അവർ അവരുടെ ഉറയിൽ നിന്നും വാളൂരി ഉള്ള ആയുധം കൊണ്ട് നേരിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഹുദൈൽ ഗോത്രക്കാർ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കീഴടങ്ങിക്കോളൂ, എന്നാൽ നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉറപ്പാണ് നേതാവായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് മറ്റൊരു ചതിയാണ്.
നമ്മളെ ഒരു ബലപ്രയോഗവും ഇല്ലാതെ കീഴടക്കി കൊന്നുകളയാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ശത്രുക്കളുടെ അംഗീകാരം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വഹാബത്ത് 10 സ്വഹാബാക്കളും അവരോട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്ത് എല്ലാ സ്വഹാബാക്കളും അവിടുന്ന് ഷഹീദായി മാറി. ശത്രുക്കളോട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത അതേ യുദ്ധത്തിന്റെ രീതി തന്നെ എവിടെയും സ്വീകരിച്ചത്. മഹാന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു, ഒരു വാളുണ്ടായിരുന്നു. മഹാനവറുകൾ ആ കുന്തം പൊട്ടിപ്പോകുന്നത് വരെ ശത്രുക്കളെ കുന്തം കൊണ്ട് നേരിട്ടു. അപ്പോൾ മഹാനവരുടെ കുന്തം പൊട്ടിപ്പോയപ്പോൾ മഹാൻ വാളെടുത്ത് ശത്രുക്കളെ നേരിട്ടു. ആ വാളെടുത്ത് നേരിടുന്ന സമയത്ത് മഹാനവർ അള്ളാഹു തആലയോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ ഈ പകൽ മുഴുവനും നിന്റെ ദീനെ സംരക്ഷിച്ചു. ഇനി ഈ രാത്രിയുടെ അവസാനത്തിൽ നീ എൻ്റെ ശരീരത്തിന് സംരക്ഷണം നൽകണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായപ്പോൾ ഖുറൈശികളിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വലിയ സന്തോഷമായി. കാരണം മഹാനവറുകൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത സ്വഹാബി എന്ന് മാത്രമല്ല, ബദറിൽ ഖുറൈശികളുടെ പ്രമുഖരായ പല നേതാക്കന്മാരെയും വെട്ടി വീഴ്ത്തി നിലം പരിശാക്കിയത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ആ പക ഖുറൈശിയുടെ മനസ്സിലുണ്ട്. അതുമാത്രമല്ല, ഈ ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണുണ്ട്, സുലാഫത്ത് ബിൻത്ത് സഅദ് എന്ന് പറയുന്നൊരു പെണ്ണ്. ആ പെണ്ണിൻ്റെ 2 ആൺകുട്ടികളുണ്ട്. ആ 2 ആൺകുട്ടികളെയും മുസാഫിഅ്, ജലാസ് എന്ന് പറയുന്ന 2 ആൺകുട്ടികൾ, ഈ 2 ആൺകുട്ടികളും ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ശത്രുക്കളുടെ ഭാഗത്തുണ്ടായിരുന്ന കുട്ടികളാണ്. ഈ 2 കുട്ടികളെയും ബദറിൽ കൊന്നുകളഞ്ഞത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് അവരുടെ ഉമ്മ ഒരു നേർച്ച ചെയ്തിരുന്നു, എന്നെങ്കിലും എൻ്റെ കയ്യിൽ ആസിമിനെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിൻ്റെ തല അരിഞ്ഞെടുത്ത് തലയോട്ടിയിൽ ഞാൻ മദ്യം കഴിക്കുമെന്ന് ആ ഉമ്മ സത്യം ചെയ്തിരുന്നു. ഇപ്പം അവർക്കൊക്കെ കിട്ടിയ ചാൻസാണ്. കാരണം റജീഅ നാട്ടിൽ ഹുദൈൽ ഗോത്രക്കാരെ നാട്ടിൽ വെച്ചുകൊണ്ട് ആസിം റളിയല്ലാഹുവിനെ അവർ കൊന്നുകളഞ്ഞിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടെ ഈ ഉമ്മയും ഖുറൈശികളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന് തല മുറിച്ചു മാറ്റി അതിൽ മദ്യം കുടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ഓടി വരുന്ന സമയത്ത് അതാ അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ രക്ഷാകവചം അവിടെ പ്രവർത്തിക്കുന്നു. എവിടുന്നോ അറിയില്ല, ഒരു കൂട്ടം വൻ തേനീച്ചകൾ വന്നു അദ്ദേഹത്തിൻ്റെ ഷഹീദായി കിടക്കുന്ന ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൻ്റെ ചുറ്റും അതാ അവിടെ നല്ല തേനീച്ചകൾ പറന്നു കളിക്കുന്നു. ആരെങ്കിലും മഹാന്റെ ശരീരത്തിൽ തൊടാൻ വന്നാൽ തേനീച്ചകൾ കുത്തിയാട്ടുന്നു. അങ്ങനെ അള്ളാഹു തആല സംരക്ഷണം നൽകി. അപ്പോൾ ഖുറൈശികളും ഹുദൈൽ ഗോത്രക്കാരും നിരാശരായി, നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ട് പോലും നമുക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് വൈകുന്നേരം വരെ കാത്തുക്കാം. വൈകുന്നേരം വരെ കാത്തു നിന്നാൽ തേനീച്ചകൾ കുറച്ച് ഞാൻ പോയിക്കോളും. പോയി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആ തല മുറിച്ചു മാറ്റി നമുക്കതിൽ കള്ളു കുടിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം വീണ്ടും വന്നു. അവിടെ വലിയ മഴ പെയ്തു, ജലപ്രവാഹം വന്നു. അങ്ങനെ ഒരു വലിയ അരുവി രൂപപ്പെട്ടു. അതിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോയപ്പോൾ മഹാന്റെ ശരീരവുമായി ആ വെള്ളപ്പൊക്കം കൊണ്ടുപോയി. അള്ളാഹു തആല സംരക്ഷിച്ചു. മഹാനവർ ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹുവേ, ഒരിക്കലും ഖുറൈശികൾ മുശ്രിക്കീങ്ങളെ കൊണ്ട് എൻ്റെ ശരീരത്തെ തൊടുകയോ മുശ്രിക്കീങ്ങൾക്ക് എൻ്റെ ശരീരം കൊടുക്കുകയോ ചെയ്യരുത് റബ്ബേ എന്ന് അധിക സമയം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു തആല ആ ദുആക്ക് ഉത്തരം നൽകിയത് ഇങ്ങനെയായിരുന്നു, ഒരാൾക്ക് പോലും മുശ്രിക്കീങ്ങളിൽപ്പെട്ട ശത്രുപക്ഷത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും മഹാന്റെ ശരീരത്തിൽ തൊടാൻ അല്ലാഹു തആല അവസരം നൽകിയില്ല. അല്ലാഹു തആല പരിപൂർണമായ സംരക്ഷണം നൽകി. ജനാസയായി കിടക്കുമ്പോൾ തേനീച്ചകളെ കൊണ്ടും അവർ തേനീച്ച പോകുമ്പോൾ കാത്തിരുന്നപ്പോൾ വലിയ മഴവെള്ളപ്പാച്ചിൽ വന്ന് അത് മഹാനവരുടെ ശരീരം കൊണ്ടുപോയി. ശത്രുക്കൾക്ക് തൊടാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം ഇങ്ങനെയാണ്. അള്ളാഹു തആലയിൽ ഫലമേൽപ്പിച്ച് അള്ളാഹുൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുൽ ഭരമർപ്പിച്ച് തഖ്വയോടെ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് ശത്രുക്കളിൽ നിന്നും വലിയ സംരക്ഷണം നൽകും. അള്ളാഹു വലിയ പദവി നൽകും. അള്ളാഹു തആല മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈ മഹാന്മാരെ സ്വർഗത്തിൽ കണ്ടുമുട്ടി അവരോടുകൂടെ കഴിയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.